ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 15-17 തിരുവചനം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായം 17 തിരുവചനത്തിൽ ഒരു അപ്പൻ്റെ 2 പുത്രന്മാരിൽ ഇളയ പുത്രൻ അപ്പനോട് ലഭിക്കാമായിരുന്ന എല്ലാ സ്വത്തും വാങ്ങി ദൂരദേശത്ത് പോയി എല്ലാം നശിപ്പിച്ച് ഒടുവിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ ഭാരപ്പെടുമ്പോൾ സുബോധം വീണ്ടെടുത്തിട്ട് അവൻ ചിന്തിക്കുന്ന ചിന്തയാണ് ഇവിടെ നാം വായിച്ചു കേൾക്കുവാനിടയായത്. എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഈ മകന് ഈ അവസ്ഥ വരുവാൻ, ഈ സ്ഥിതി വരുവാൻ കാരണമെന്താണ്? ഈ വേദഭാഗം അനുസരിച്ച് നാം മനസ്സിലാക്കുന്നത്, ഈ ഇളയ പുത്രൻ തൻ്റെ സുബോധം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. സുബോധം നാം നഷ്ടപ്പെടുത്തുമ്പോഴാണ് ദൈവത്തെ മറക്കുന്നത്. സുബോധം നഷ്ടപ്പെടുമ്പോഴാണ് പ്രാർത്ഥന മറക്കുന്നത്. സുബോധം നഷ്ടപ്പെടുമ്പോഴാണ് നാം ദൈവവചനം മറക്കുന്നത്, ആരാധന മറക്കുന്നത്, ദൈവഭക്തി വെടിയുന്നത്, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത്. ഈ അവസ്ഥയാണ് ഇവിടെ ഒരു ഉപമയിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഈ ഇളയ മകൻ തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ യാതൊരു കുറവും കൂടാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിർഭയവാസം അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിച്ചവനാണ്. എന്നാൽ ഒരു സമയം അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കടന്നു വന്നു. ഈ ഭവനത്തിനപ്പുറമായി അപ്പൻ്റെ സാന്നിധ്യത്തിന് പുറത്തു പോയാൽ ഇതിനേക്കാൾ സന്തോഷം, ഇതിനേക്കാൾ സമാധാനം എനിക്ക് കിട്ടുമെന്നുള്ള ഒരു മിഥ്യാ ധാരണ അവൻ്റെ ഉള്ളിൽ വന്നു. അത് അവൻ്റെ സുബോധത്തെ നഷ്ടപ്പെടുത്തി. അതിനായി അവൻ അപ്പൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ അവകാശം, തൻ്റെ സ്വത്ത് ചോദിച്ചു വാങ്ങുകയാണ്. അധികം താമസിക്കും മുമ്പേ എല്ലാം വിറ്റ് കാശാക്കി വിദേശത്ത് പോവുകയാണ്. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അതുപോലും തിന്നുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ. ആ സമയത്താണ് അവന് സുബോധമുണ്ടായത്. എന്നാൽ അപ്പോഴത്തേക്കും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അപ്പോഴെങ്കിലും സുബോധം വന്നത് നന്നായി. അതുകൊണ്ടാണ് അവൻ നശിക്കാതിരുന്നത്. നാം എപ്പോഴാണ് സുബോധം വീണ്ടെടുക്കുന്നത്?
എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടാണോ? അല്പം നേരത്തെ തന്നെ സുബോധം വീണ്ടെടുത്താൽ എത്ര നന്ന്. അതെ, അപ്പൻ്റെ അടുക്കലേക്ക്, ദൈവത്തിൻ്റെ അടുക്കലേക്ക്, അപ്പൻ്റെ വീട്ടിലേക്ക് അഥവാ ദൈവാലയത്തിലേക്ക്, അപ്പൻ്റെ ശബ്ദം കേൾക്കുവാൻ അഥവാ തിരുവചനം ശ്രവിക്കുവാൻ തിരിച്ചു വന്ന് സുബോധം വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടാം. ആമേൻ.